വയനാട്ടിൽ വീട് വയ്ക്കാനുള്ള സാമ്പത്തികമൊക്കെ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു പ്രയാസം എന്ന് പറയുന്നത് അവിടെ സ്ഥലം കിട്ടാൻ വലിയ പ്രയാസം. ഒന്ന്, പല സ്ഥലവും പരിസ്ഥിതി ലോല പ്രദേശമാണ്. ഒരു സ്ഥലത്ത് എന്ന് വീടിന് സ്ഥലം കാണുമ്പോൾ അവിടെ മറ്റേ ഇതാണ് മറ്റേ പരിസ്ഥിതി ലോല പ്രദേശമെന്നൊക്കെ പറഞ്ഞിട്ട് പരാതി. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു കാര്യം സർക്കാരിനോട് പറഞ്ഞത്, നിങ്ങൾ സ്ഥലം ചൂണ്ടിക്കാണിച്ചു തന്നാൽ സ്ഥലത്തിൻ്റെ കാശ് ഞങ്ങൾ കൊടുക്കാം, വീട് വയ്ക്കാനുള്ള കാശ് ഞങ്ങൾ കൊടുക്കാം. പക്ഷേ ഒരു അനുയോജ്യമായിട്ടുള്ള സ്ഥലം പോലും ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ തയ്യാറായിട്ടില്ല. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഓരോരുത്തരും ഓരോ തടസ്സമാണ്. അതല്ലാതെ വീട് വയ്ക്കുന്നതിന് യാതൊരു അലംഭാവമുണ്ട്. ഇപ്പം സർക്കാർ തന്നെ ഇപ്പോൾ എത്രയും നീട്ടിക്കൊണ്ടുപോകുന്നത്. കാരണം വയനാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാനവിടെ MP ആയിരുന്ന ആളാണ് 10-13 വർഷക്കാലം. പിന്നെ ഈ മരം മുറിക്കുന്ന ഇതുമാർക്കൊക്കെ നല്ലതാണ്, അവർക്ക് ഈ നിയമമൊന്നും ബാധകമല്ല. സർക്കാരുമായിട്ട് ജോയിന്റ് ആയിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സർക്കാരിന്റെ ഭൂമിയാണെങ്കിൽ സർക്കാരിന്റെ വില അനുസരിച്ച് ഞങ്ങൾ കൊടുക്കാം. ലീഗിന്റെ തന്നെ ഒരുപാട് തർക്കങ്ങൾ പറഞ്ഞു. ഏതാ അത് ഞങ്ങൾ എല്ലാവരും അതിന്റെ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 4 സ്ഥലം ചൂണ്ടിക്കാണിച്ച് എന്നാൽ സ്ഥലം വാങ്ങിച്ച് ഞങ്ങൾ വീട് വയ്ക്കാം. അത് KPCയുടെ കയ്യിൽ അതിന്റെ കണക്കുണ്ട്. പ്രസിഡന്റിനോട് ചോദിച്ചാൽ കണക്ക് വരും. ഏതാ നേരത്തെ ഒരു പഴയ ഒരു പ്രകൃതി ദുരന്തമുണ്ടായിരുന്ന സമയത്ത്, പഴയ സമയത്ത് ലീഡർ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് DYFI അന്ന് സമാഹരിച്ച ഫണ്ട് മുഴുവൻ അന്നത്തെ മുഖ്യമന്ത്രിക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു എന്ന് പറഞ്ഞൊരു സംഭവം ചരിത്രമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അത്തരമൊരു മാതൃക ഇന്ന് എന്തുകൊണ്ട് കോൺഗ്രസിന് സ്വീകരിക്കാൻ തിരിച്ചു പറ്റുന്നില്ല? അത് മുമ്പ് തന്ന പല ഫണ്ടുകളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. 2 പ്രളയകാലത്ത്, ആദ്യത്തെ പ്രളയകാലത്തൊക്കെ ഞങ്ങളൊക്കെ, അന്ന് ഞാൻ MLA, അന്ന് അടിസ്ഥാന ശമ്പളമല്ല ടോട്ടലായിട്ട് കിട്ടുന്ന കാശ് മുഴുവൻ ഏൽപ്പിക്കണം എന്നാണ് അന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയത്. പക്ഷെ അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ തർക്കങ്ങളുണ്ടായി. ആ അനുഭവം കൊണ്ടാണ് ഇത്തവണ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തോളാന്ന് പറഞ്ഞു. അത് ഞങ്ങൾ തയ്യാറുമാണ്. ഇല്ലെങ്കിൽ ഒരുമിച്ച് വീട് വയ്ക്കാൻ പറ്റില്ല എന്ന് മാത്രം. ഓരോ സ്ഥലത്താവും. പക്ഷെ അങ്ങനെ വീട് വെച്ചാൽ എല്ലാവരും അങ്ങനെ പോകാൻ തയ്യാറാവും. ഉണ്ടൊക്കെ ചുവരന്മാരെ പ്രദേശത്തുള്ളവരോട് മാനന്തവാടി, ഞാൻ പറയാം, മാനന്തവാടി പോയിട്ട് താമസിക്കണം നിലവർ വരും. നമ്മൾ വെറുതെ വീട് വെച്ചാൽ കാര്യമുണ്ടോ? അവിടുത്തെ ആൾക്കാരെ സൗകര്യം നോക്കണ്ടേ? ചുവരൽമലയിൽ നിന്ന് എത്ര ദൂരം പോകണം മാനന്തവാടിക്ക്? അതിന് വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാണ് സർക്കാർ. സ്ഥലം ചൂണ്ടിക്കാണിച്ചാൽ മാത്രം മതി. ആ സ്ഥലം ചൂണ്ടിക്കാണിച്ചാൽ, സർക്കാരിന്റെ സ്ഥലം ചൂണ്ടിക്കാണിച്ചാൽ അത് ചെയ്യണല്ലോ. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കൊടുക്കണ്ടേ? അത് സർക്കാരിന്റെ ജോലിയല്ലേ. ഇന്ന സ്ഥലമുണ്ട്, ഞങ്ങൾ ഇത്ര വീട് വെച്ചു കൊടുക്കുക. ഞാൻ മറ്റ് ജില്ല പോലെയല്ല വയനാട് ജില്ല. നിങ്ങൾ ആദ്യം പറഞ്ഞ മനസ്സിലായി. നിങ്ങൾക്കും അറിയാം, അറിയാണ്ടൊന്നുമല്ല ചോദിക്കുന്നത്. എൻ്റെ ഉദ്ദേശം മനസ്സിലായി. അറിയാണ്ടൊന്നുമല്ല. പക്ഷേ വയനാടിനെ സംബന്ധിച്ച് വയനാട്, ഇടുക്കി എന്നൊക്കെ പറഞ്ഞാൽ പലതും പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്. അതുകൊണ്ടാണ് ഒരു എന്താ പറയണ്ടേ, ഇത്രയും ഒരു 100 വീട് വയ്ക്കാനുള്ള അനുയോജ്യമായിട്ടുള്ള സ്ഥലത്തിൻ്റെ പ്രയാസം. ആ ഭൂമി ഉണ്ടെങ്കിൽ സർക്കാർ സൗജന്യമായിട്ട് തരണ്ട. സർക്കാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് ആ ഭൂമി ഏറ്റെടുത്ത് വീട് വയ്ക്കാൻ ഞങ്ങൾ ഇപ്പോഴും തയ്യാറാണ്.